ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അങ്ങനെ ഇന്ന് രാവിലെ നമ്മുടെ കുഞ്ചിന് ഡ്രൈവിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ് 9 മണിക്കായിരുന്നു. ഞാൻ 8 മണിയായപ്പോ തന്നെ കുളിച്ച് റെഡിയായി കുഞ്ചുവിനെ വിളിച്ചുണർത്തുന്നുണ്ടായിരുന്നു. അവസാനം ഞാൻ റെഡിയായിട്ടും കുഞ്ചു റെഡിയായിട്ടും ക്യാമറ ഇങ്ങനെ ബ്ലറായി തന്നെ തള്ളിയിട്ട് ഞാൻ ഇങ്ങനെ ബാക്കിലോട്ട് പോയത് അവിടെ ചെറുതായിട്ട് വീഴാൻ. അത് കഴിഞ്ഞ് നമ്മൾ താഴേക്ക് പോയിട്ടുണ്ടായിരുന്നേ വണ്ടി എടുക്കാൻ. കുഞ്ചു നേരെ ഷാനായെ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോഴും നമ്മുടെ ഗേറ്റൊക്കെ തുറന്ന് വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഇന്നലെ അത്തുമാവന്റെ അടുത്തുനിന്നും ബൊഗേൻ വില്ല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ സൈഡിൽ വെക്കാൻ വേണ്ടിയാണ് വാങ്ങിച്ചത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ കുഞ്ചു വന്നിട്ടുണ്ടായിരുന്നു. ഷാഹിന വന്നിട്ടില്ലേ, കാരണം ഷാഹിനാക്കുന്ന യൂണിവേഴ്സിറ്റി പോകണം. നമ്മൾ ഇന്ന് നിന്നത് വിതുര സഹകരണ ബാങ്കിന്റെ അടുത്തായിരുന്നേ. അവിടെ നിൽക്കാനാണ് പറഞ്ഞത്, കാരണം മോട്ടികളിയന്റെ വൈഫ് ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ കുഞ്ചു ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ നമ്മുടെ ഡ്രൈവിംഗ് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ചു വന്ന സമയത്ത് ഞാൻ ലൈസും കൂടെ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പനും അമ്മൂസിനും തുമ്പിക്കുവാണേ വാങ്ങിയത്. ഞാൻ നോക്കിയപ്പോ കുഞ്ചു ലൈസിന്റെ കൂടെ വേറൊരു സംഭവം കൂടെ വാങ്ങിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് കുഴലപ്പമാണെന്നാണ്. അങ്ങനെ ഇതെല്ലാം വാങ്ങിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവാൻ നേരം കുഞ്ചുവിന്റെ ഉമ്മ ഓട്ടോയിൽ പോകുന്നത് കണ്ട സംഭവം. കുഞ്ചുവിന്റെ ഉമ്മയുടെ ബസ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഓട്ടോയിൽ. അപ്പൊ ഞാൻ കണ്ടോണ്ട് അവിടെ താഴെ ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ കൊണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉമ്മാക്ക് ജോലി അംഗൻവാടിയിലാണ്. ബോണക്കാട് പോണ വഴി ഐസറിന്റെ അടുത്താണ് ഈ അംഗൻവാടി ഉള്ളത്. വിതുരയിൽ നിന്ന് ബസ് 9:30ക്കാണ് പോകുന്നത്. ഇന്ന് ആ ബസ് കിട്ടിയില്ലേ, അതുകൊണ്ടാണ് നമ്മൾ കൊണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ പോണ വഴി ഷാഹിനയുടെ മാരേജിന്റെ കാര്യമൊക്കെ സംസാരിച്ചു കൊണ്ടായിരുന്നേ പോയത്. എന്റെയും കുഞ്ചുവിന്റെ അവധി നോക്കി ഡേറ്റ് പറയാനാണ് ഉമ്മ പറഞ്ഞത്. അങ്ങനെ ഒരു 10 മണിയായപ്പോ നമ്മൾ അംഗൻവാടി എത്തിയിട്ടുണ്ടായിരുന്നു. ഈ അംഗൻവാടിയിൽ ഉമ്മായും വേറൊരു ടീച്ചറുമാണ്. അതുപോലെ തന്നെ ഇവിടെ കുട്ടികളും കുറവാണ്. ഒരു 6 കുട്ടികളൊക്കെ ഇവിടെ വരുള്ളൂ. ശരിക്കും ഈ അംഗനവാടി ജോലിയുള്ളവർക്കും ശരിക്കും അവധി കൊടുക്കാമായിരുന്നു. കാരണം ഇപ്പൊ സെൽഫ് ലോക്ക്ഡൌൺ ഒക്കെ പ്രഖ്യാപിച്ചല്ലോ ചൂട്. അംഗനവാടി ജോലിയുള്ളവർക്ക് മാത്രം വെക്കേഷൻ ലീവ് ഒന്നും ഇല്ലേ, അവർക്ക് എല്ലാ ദിവസവും പോവേണ്ടി വരും. അങ്ങനെ ഉമ്മയെ അവിടെ ആക്കിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മളെ വീട്ടിന്റെ ബ്യൂട്ടിയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കും. ബൂട്ടി. അങ്ങനെ ഞാൻ കുഞ്ചിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അതായത് നമ്മൾ ഈ വീട്ടിലെ പച്ച പെയിന്റിന്റെ കൂടെ വെള്ളയും കൂടെ അടിച്ചപ്പോഴും നല്ല കോംബോ ആയിട്ടുണ്ടെന്ന്. ഒരു ചെടിക്ക് 100 രൂപയാണ് ആയത്. ബൊഗേൻവില്ല നമ്മള് 10 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണ്ട അത്തുമാമ വീണ്ടും ഒരു 3 എണ്ണം കൂടെ എക്സ്ട്രാ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് മുകളിലേക്ക് കയറിയപ്പോ നമ്മുടെ കുഞ്ചു എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോ ചപ്പാത്തിയാണ് കഴിക്കാറ്. പ്രോട്ടീൻ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ് അടിക്കാൻ മറക്കല്ലേ.